ഇടുക്കി ചിന്നക്കനാലിലെ ഭൂവിഷയത്തിൽ നിയമപരമായ ഏത് നടപടിയോടും സഹകരിക്കുമെന്ന് മാത്യു കുഴൽനാടൻ എം.എൽ.എ. ചിന്നക്കനാലിലെ ഭൂമി വീണ്ടും അളക്കാൻ തീരുമാനിച്ചതിന് പിന്നാലെയാണ് പ്രതികരണം. റവന്യൂ വകുപ്പിന്റെ തുടർ നടപടികൾ തെരഞ്ഞെടുപ്പിന് ശേഷമാകുമെന്നാണ് സൂചന. ഇടുക്കി ചിന്നക്കനാലിൽ മാത്യു കുഴൽനാടന്റെ ഉടമസ്ഥതയിലുള്ള കപ്പിത്താൻ റിസോർട്ട് പ്രവർത്തിക്കുന്ന ഭൂമിയിൽ 50 സെന്റ് അനധികൃതമായി കയ്യേറിയിട്ടുണ്ടെന്ന വിജിലൻസിന്റെ കണ്ടെത്തലിൽ റവന്യൂ വകുപ്പ് നടത്തിയ അന്വേഷണത്തിലും അധിക ഭൂമിയുണ്ടെന്ന് വ്യക്തമായിരുന്നു. തുടർന്നാണ് നടപടികളിലേക്ക് കടന്നത്. ഹിയറിംഗിന് ഹാജരാകുവാൻ ആവശ്യപ്പെട്ട് കുഴൽനാടന് നോട്ടീസ് നൽകിയെങ്കിലും സമയം നീട്ടി നൽകണമെന്നാവശ്യപ്പെട്ട് മാത്യു കുഴൽനാടൻ കത്തു നൽകി. ഇതോടൊപ്പം തന്നെ കുഴൽനാടന്റെ പാർട്ട്ണർമാരായ മറ്റു രണ്ടുപേർ ഭൂമി അളന്നതിൽ പിശകുണ്ടെന്നും വീണ്ടും അളക്കണമെന്നും കാണിച്ച് റവന്യൂ വകുപ്പിനെ സമീപിച്ചു. ഇതേ തുടർന്നാണ് റവന്യൂ വകുപ്പ് ഭൂമി അളക്കുവാൻ വീണ്ടും തീരുമാനമെടുത്തത്. റവന്യൂ വകുപ്പിന്റെ നിയമപരമായ നടപടികളെ സ്വാഗതം ചെയ്യുന്നു എന്ന മാത്യു കുഴൽനാടൻ. നിയമപരമായിട്ടുള്ള ഏത് നടപടികളോടും സഹകരിക്കുകയും നിയമപരമായ എല്ലാ നടപടികളെയും സ്വാഗതം ചെയ്യുന്നു. എന്നാൽ നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളെ നിയമപരമായി തന്നെ നേരിടും എന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു. അപ്രകാരം ഇനി ഞങ്ങൾ ആദ്യം അളന്നുവെന്ന് പറയുന്ന അല്ലെങ്കിൽ അത് സംബന്ധിച്ചു വന്ന വാർത്തകൾ കേട്ടപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ നോട്ടീസിൽ ഞങ്ങളുടെ ഇതനുസരിച്ചുള്ള തോന്നിയുകൊണ്ടാണ് അത് പരിശോധിക്കണമെന്ന് പറഞ്ഞത്. അതേസമയം ഹെഡ് സർവേയറുടെ നേതൃത്വത്തിൽ ഭൂമി രണ്ടാമത് അളക്കുവാൻ വേണ്ടി റവന്യൂ വകുപ്പ് തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിലും അളക്കൽ നടപടികളിലേക്ക് കടക്കുക തെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കുമെന്ന വിവരമാണ് ലഭിക്കുന്നത്. രണ്ടാമതും ഭൂമി അളന്ന് തിട്ടപ്പെടുത്തുന്ന സാഹചര്യത്തിൽ അനധികൃതമായി ഭൂമിയില്ല എന്ന് മാത്യു കുഴൽനാടന് ബോധ്യപ്പെടുത്തുവാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒഴിപ്പിച്ച ഏറ്റെടുക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് റവന്യൂ വകുപ്പ് കടക്കും. റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.